ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. ഞാനിന്ന് ഹരേ രാമമന്ത്രം നിത്യവും ജപിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും നിത്യവും നാമം ജപിക്കാറില്ലേ? അതിപ്പോൾ രാവിലെയെന്നോ ഉച്ചയ്ക്കെന്നോ സന്ധ്യാസമയമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ നമുക്ക് ജപിക്കാവുന്നതാണ്. ശുദ്ധി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പുലവാലായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഏത് സമയത്തും നമുക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് ഹരേ രാമ മന്ത്രം. എങ്ങനെയാണ് ചിലർ ജപമാല ഉപയോഗിച്ച് ജപിക്കാറുണ്ട്. അതിപ്പോൾ ഇല്ലയെന്ന് വെച്ചിട്ട് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ചിലരുടെ വീട്ടിലൊന്നും അത് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 108 മഞ്ചാടിക്കുരുവോ അല്ലെങ്കിൽ കുറച്ച് ഈർക്കലിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കല്ലുകളോ ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് ഓരോ മന്ത്രം പറയുന്നതനുസരിച്ച് മാറ്റി മാറ്റി വെച്ച് ജപിക്കാവുന്നതാണ്. കുറൂരം എങ്ങനെയാണ് ഏകാദശിയുടെ ആ ദിവസങ്ങൾ എണ്ണിയിരുന്നെന്ന് അറിയില്ലേ? ഓരോ കല്ലുകളായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് ആ ദിവസം കണ്ടുപിടിച്ചിരുന്നത്. നമുക്ക് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അപ്പോൾ എന്താണ് ഈ മന്ത്രത്തിൻ്റെ മഹിമ എന്ന് ബ്രഹ്മാവ് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ബ്രഹ്മാവാണ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ മന്ത്രത്തിനെ കുറിച്ച്. ഒരു ദിവസം നാരദ മഹർഷി ബ്രഹ്മാവിനെ സമീപിച്ച് നമസ്കരിച്ചിട്ട് ചോദിക്കും, ഈ കലികാലത്തിലെ ഭക്തിഹീനരായ മനുഷ്യരും ദുരാചാരികളുമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നത്. കലിബാധ ഭൂലോകത്തെ ദുരിതമാക്കുന്നു. ഭൂലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കലിബാധയിൽ നിന്നും മോചനം നേടാനാകുന്നത് എന്ന് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറയും, കലിദോഷ പരിഹാരത്തിന് ഒരു ഏക മാർഗമുണ്ട്. ഭഗവാൻ ആദിനാരായണൻ്റെ പവിത്രമായ മന്ത്രോച്ചാരണമാണ്. കലിദോഷനാശത്തിന് ഉത്തമമായ ഔഷധവും ഏക ഉപായവും ഇത് തന്നെയാണ്. ബ്രഹ്മാവ് ഭക്തിപൂർവ്വം ഹരേരാമ മന്ത്രം ഉറക്കെ ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, 16 നാമങ്ങളാണ് ഈ വരികളിലുള്ളത്. കലികൽമഷത്തെ നശിപ്പിക്കാൻ ഇതിലും മെച്ചമായ മാർഗം വേദശാസ്ത്രങ്ങളിൽ പോലും ഇല്ല. ഈ നാമമന്ത്രം 3.5 കോടി ജപിച്ചാൽ അവൻ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് പോലും മോചിതനായി തീരുമത്രേ. എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിതരാവാൻ ഈ മഹാമന്ത്രം മാത്രം ജപിച്ചാൽ മതി. ഭാഗവതത്തിൽ പറയുന്നത്, സത്യയുഗത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദത്തിൽ നമസ്കരിക്കണം. ത്രേതായുഗത്തിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണം. ദ്വാപരയുഗത്തിൽ ഭഗവാനെ യഥാവിധി പൂജിക്കണം. എന്നാൽ കലിയുഗത്തിലോ ഹരിനാമം ജപിക്കുന്നത് വഴി ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്യും. അതാണ് ഈ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു ദിവസം ഒരു മാലയെങ്കിലും കുറഞ്ഞത് ജപിക്കാൻ നമ്മൾ ഒന്ന് ശ്രമിക്കൂ. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അത് മനസ്സിലാവാൻ സാധിക്കും.